വചനം 108 വാക്കർത്ഥം. ഖാല അവൻ പറയും, ഇഖ്സഉ നിങ്ങൾ നിന്ദ്യമായി കഴിയുവിൻ, ഫിഹ അതിൽ, വലാ തുകല്ലിമൂൻ നിങ്ങൾ എന്നോട് സംസാരിക്കുകയും ചെയ്യരുത്. ഖാല ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ അവൻ അഥവാ അല്ലാഹു പറയും, നിങ്ങൾ അതിൽ നിന്ദ്യമായി കഴിയുവിൻ, എന്നോട് നിങ്ങൾ സംസാരിക്കുകയും അരുത്. വചനം 109 വാക്കർത്ഥം. ഇന്നഹു നിശ്ചയമായും കാര്യം, കാന ഉണ്ടായിരുന്നു, ആയിരുന്നു, ഫരീഖുൻ ഒരു സംഘം, ഒരു കക്ഷി, ഒരു വിഭാഗം, മിൻ ഇബാദി എൻ്റെ അടിയാന്മാരിൽ നിന്ന്, യഖൂലൂന പറഞ്ഞു വന്നിരുന്നു, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലന അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരേണമേ, വർഹംന ഞങ്ങൾക്ക് കരുണയും ചെയ്യണമേ, വ അൻത നീയാകട്ടെ ഖൈറുർ റാഹിമീൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين നിശ്ചയമായും എൻ്റെ അടിയാന്മാരിൽ നിന്ന് ഒരു കക്ഷി പറഞ്ഞു വന്നിരുന്നു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും വേണമേ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. വചനം 110 വാക്കർത്ഥം. ഫത്തഖത്തുമൂഹും അപ്പോൾ നിങ്ങൾ അവരെ ആക്കിത്തീർത്തു, സിഖ്രിയൻ പരിഹാസ്യം, ഹത്ത അൻസൗക്കും അങ്ങനെ അവർ നിങ്ങളെ മറപ്പിച്ചു, അഥവാ നിങ്ങൾ മറക്കുവാൻ കാരണമായി, ദിക്രി എൻ്റെ സ്മരണയെ, ഓർമ്മയെ, വകുന്തും നിങ്ങൾ ആകുകയും ചെയ്തിരുന്നു, മിൻഹും അവരെപ്പറ്റി, തൽഹഖൂൻ ചിരിച്ചു കൊണ്ടിരിക്കുക. فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون അപ്പോൾ നിങ്ങൾ അവരെ പരിഹാസ്യമാക്കി തീർക്കുകയുണ്ടായി. അങ്ങനെ അവർ അഥവാ അവരെ പരിഹസിക്കുന്ന ജോലി എൻ്റെ ഓർമ്മയെ നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ അവരെ സംബന്ധിച്ച് പുച്ഛമായി ചിരിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. വചനം 111 വാക്കർത്ഥം. ഇന്നി നിശ്ചയമായും ഞാൻ, ജസൈതുഹും അവർക്ക് പ്രതിഫലം നൽകി, അല്യൗമ ഇന്ന്, ബിമാ സ്വബറു അവർ ക്ഷമ സ്വീകരിച്ചതുകൊണ്ട്, സഹിച്ചതുകൊണ്ട്, അന്നഹും അവർ ആണെന്ന്, ഹുമുൽ ഫായിസൂൻ ഭാഗ്യവാന്മാർ അവർ തന്നെയെന്ന്, വിജയികൾ അവർ തന്നെയെന്ന്. إني جزيتهم اليوم بما صبروا أنهم هم الفائزون നിശ്ചയമായും അവർ ക്ഷമ സ്വീകരിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ അവർക്ക് അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ എന്ന് പ്രതിഫലം നൽകിയിരിക്കുന്നു. 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എന്റെ സത്യവിശ്വാസികളായ അടിയാന്മാർ തങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനോട് മാപ്പിനും കരുണക്കും അപേക്ഷിക്കുകയും ചെയ്തിരുന്നത് നിമിത്തം നിങ്ങൾ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും പതിവായിരുന്നു. അതേ ജോലിയിൽ നിങ്ങൾ മുഴുകിയിരിക്കയായിരുന്നു. അങ്ങനെ നിങ്ങൾ എന്നെപ്പറ്റി ഒട്ടും ഓർമ്മിക്കാത്തവരായിത്തീർന്നു. നിങ്ങളുടെ പരിഹാസമർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ട് സത്യവിശ്വാസം മുറുകെ പിടിച്ചു പോന്നത് നിമിത്തം ഇന്നവർക്ക് ഞാൻ ശാശ്വത വിജയം പ്രതിഫലമായി കൊടുത്തിരിക്കുന്നു എന്ന് സാരം. 99 വചനം മുതൽക്കുള്ള ആയത്തുകൾ മുശ്രിക്കുകളെയോ അവിശ്വാസികളെയോ മാത്രം ബാധിക്കുന്നതാണെന്ന് ധരിക്കാവതല്ല. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ വിലവെക്കാത്ത മഹാപാപികളായ വിശ്വാസികളെയും ബാധിക്കുന്നവയാണ് അവയെന്ന് അതിലെ ഉള്ളടക്കങ്ങളെ പരിശോധിച്ചാൽ കാണാവുന്നതാകുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളായ അടിയാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.